നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശനിയെ നമ്മൾ പലരും സാധാരണയായിട്ട് എന്താ പറയുക കഠിന ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരിക്കൽ ഒരു രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ശനി അവിടെ നിലകൊള്ളും. അപ്പൊ അതിനാൽ ജീവിതത്തിലെ നേട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ ഒരുപോലെ അനുഭവപ്പെടുന്ന ഘട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പൊ കണ്ടകശനി ഏറശനിയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രത്യാഘാതങ്ങൾക്കും എന്താ പറയാ മറ്റു വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ ശനിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ശനി ഗൗരവമേറിയ ദോഷങ്ങളും മാറ്റങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയപ്പെട്ട ഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒട്ടുമിക്കപ്പോഴും ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ശനി വീണ്ടും അതേ രാശിയിൽ മടങ്ങി വരുന്നത്. നിലവിലെ ശനി മീനം രാശിയിലാണ് ഉള്ളത്. അപ്പൊ ഇതിലൂടെ നിരവധി ഗ്രഹചലനങ്ങളും ഊർജ മാറ്റങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ഡിസംബറിൽ ശനി ബുധനുമായിട്ട് യോജിക്കുമ്പോൾ അതിവിപുലമായ നവപഞ്ചമ രാജയോഗമാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ യോഗത്തിന്റെ ശക്തി കാരണം ഭാഗ്യത്തിലെ ശക്തമായ വർധനവാണ് അനുഭവപ്പെടാൻ കഴിയുക. അപ്പൊ ശനിയും ബുധനും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ അപൂർവ നവപഞ്ചമ രാജയോഗം ഏത് രാശിക്കാർക്കാണ് അനുഗ്രഹം നൽകുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന് ഇടവൻ രാശി, മിഥുനം രാശി, കർക്കിടകം രാശി, കന്നി രാശി, മീനൻ രാശി. ഈ രാശികളും ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ഈ ഭാഗ്യവാന്മാർ. നമുക്ക് ആദ്യം ഇടവൻ രാശിയിലേക്ക് കടക്കാം. അപ്പൊ ഇടവൻ രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം ജീവിതത്തിലെ നിരവധി പോസിറ്റീവ് മാറ്റങ്ങളിലേക്കാണ് വഴിയൊരുക്കുന്നത്. ഇപ്പൊ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് കഴിയും. അപ്പൊ ദീർഘകാലമായിട്ട് കാത്തിരുന്ന ലക്ഷ്യങ്ങളൊക്കെ നേടാനായിട്ടും കഴിയും. ഇപ്പൊ തുടരുന്ന പ്രൊജക്റ്റുകൾക്ക് വേഗത്തിൽ അംഗീകാരം ലഭിക്കുകയും അതുവഴി സ്ഥിരതയും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അപ്പൊ ഇതുവരെ നേരിട്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു അനുകൂല സമയമായിട്ടാണ് ഇത് കാണുന്നത്. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് മികച്ച വിജയം നേടാനുള്ള സാധ്യതയും ഏറെ കാണുന്നുണ്ട്. ഇപ്പൊ വിദേശ യാത്രകളോ പഠനങ്ങളോ തൊഴിലവസരങ്ങളോ തേടുന്നവർക്ക് ഇതാണ് ഏറ്റവും അനുയോജ്യമായ ഘട്ടം. അടുത്തത് മിഥുനം രാശിയാണ്. ഇപ്പൊ നവപഞ്ചമ രാജയോഗം പല വിധത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്തെത്തുന്നത്. ഇപ്പൊ വർഷാവസാനവും ഭാഗ്യവും നേട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇരട്ടി മധുരവുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ തൊഴിൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ പുതിയ അവസരങ്ങളും അനുകൂലമായ മാറ്റങ്ങളും ഒക്കെ നേടുകയും തുടരുന്ന പ്രൊജക്റ്റുകൾക്ക് എന്താ പറയാ സ്പഷ്ടമായ പുരോഗതിയും ഫലങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ കുറയുകയും മുൻപുണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഈ ഘട്ടം വളരെയധികം ഉപകാരപ്പെടും. കൂടാതെ ജോലി സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ സ്ഥാനക്കയറ്റത്തിനും അതിലൂടെ ശമ്പള വർധനവിനും ഒക്കെയുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ ഈ രാശിഫലത്തിൽ ഞാൻ കാണുന്നുണ്ട്. അടുത്ത കർക്കിടകം രാശിയാണ്. ഇപ്പൊ കർക്കിടക രാശി നോക്കുകയാണെങ്കിൽ നവപഞ്ചമ രാജയോഗം നിരവധി അനുഗ്രഹങ്ങളും പോസിറ്റീവ് മാറ്റങ്ങളും ഒക്കെ സമ്മാനിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എന്താ പറയുക ശാരീരിക മാനസിക നില മെച്ചപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിലെ സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് എത്തും. അപ്പൊ അതിലൂടെ ആത്മവിശ്വാസമൊക്കെ കൂടി എന്താ പറയുക സാമ്പത്തിക രംഗത്ത് സ്ഥിരതയും പുരോഗതിയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. സമഗ്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ യോഗം നിങ്ങളുടെ ഭാഗ്യരേഖ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം നിരവധി ശുഭകരമായ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ബിസിനസ് മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ ലഭിക്കുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് വേണം പറയാൻ. ഇപ്പോൾ വരുമാനം ശ്രദ്ധേയമായിട്ട് ഉയർന്നതിനാൽ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. വിവാഹം വൈകി നിൽക്കുന്നവർക്ക് ഈ യോഗം നല്ല തീരുമാനങ്ങളുടെയും അതുപോലെ തന്നെ മുന്നേറ്റങ്ങളുടെയും ഒക്കെ വഴി തുറക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിൽ ഇരിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഭാവിയിലേക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് നീക്കങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് മീനം രാശിയാണ്. ഈ മീനം രാശിക്കാർക്ക് ശനി ലഗ്നത്തിലാണ് നിലകൊള്ളുന്നത്. ബുധൻ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. ഭാഗ്യത്തിൽ വ്യക്തമായ പുരോഗതിയും പുതിയ അവസരങ്ങളും തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ ജോലി ഭാരങ്ങളൊക്കെ
കൂടാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. മാനസിക സമ്മർദ്ദമൊക്കെ കുറയുകയും മുൻപ് അനുഭവിച്ചിരുന്ന നിരാശകളൊക്കെ എന്താ പറയുക, ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നിങ്ങളുടെ ശ്രമങ്ങൾ പ്രതീക്ഷിച്ചതിലധികവും മികച്ച ഫലത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അനുകൂല കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.